നമസ്കാരം. ഞാൻ തള്ളു തങ്കപ്പൻ. ഞാൻ ഇന്നും ഒരു ഗുണപാഠമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാമത്തിൽ 3 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ആഷിഖ്, അബ്ദു, റഹീം. ഈ 3 അമ്മരിൽ റഹീം എന്ന് പറയുന്നത് നല്ല പണക്കാരനായിരുന്നു. അവന് കോഴിയുടെ ബിസിനസ്സും തടിയുടെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ആഷിഖ് എന്ന് പറയുന്നവന് കൂലിപ്പണിയായിരുന്നു ജോലി. കൂലിപ്പണിയാണെങ്കിൽ അവന് കുടുംബം നോക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ മറ്റേ അബ്ദു എന്ന് പറയുന്നവൻ ഒരു അലന്ന സ്വഭാവമായിരുന്നു. കുനിഞ്ഞൊരു കുപ്പ എടുക്കൂല. തിന്നുക, തൂറുക, കിടക്കുക, ഇതാണ് അവന്റെ ജോലി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആഷിഖ് റഹീമിന്റെ അടുത്ത് വന്ന് പറഞ്ഞ്, അളിയ, ഞാൻ ഈ കൂലിപ്പണി എടുത്ത് കിട്ടണ പൈസ അന്നെന്നുള്ള ചെലവിനേ ഉള്ളൂ. എനിക്കൊരു സ്ഥലം മേടിക്കണം, ഒരു വീട് വയ്ക്കണം. നീ എന്നെ കാശായിട്ട് എന്തെങ്കിലും സഹായി. എനിക്കൊരു ഷവർമ്മയുടെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് വന്ന് ചോദിച്ചത് കൊണ്ട് അവൻ പറഞ്ഞ്, ഞാൻ പൈസ തരാം, നീ ഒരു കട തുടങ്ങ്. പിന്നെ കോഴി വേണമെങ്കിൽ എൻ്റെ കടയിൽ നിന്ന് എടുത്തോ. അങ്ങനെ ആഷിക്ക് പോയി ഒരു കടയെടുത്ത് ഷവർമ്മയുടെ ബിസിനസ് തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നേരിച്ച ബിസിനസ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആഷിക്ക് കടയിലിരുന്നപ്പോൾ ഭാര്യ എടുത്ത് പറഞ്ഞ്, എടിയേ, എൻ്റെ അബ്ദു എന്ന് പറയുന്ന കൂട്ടുകാരെ അലന്നോണ്ട് നടക്കുകയാണ്. അവനെയും കൂടെ നമുക്ക് ഈ ബിസിനസ്സിൽ കൊണ്ടിരുത്താം. മാസം എന്തിനാണെന്നുള്ള അവനും കൂടെ കൊടുത്താൽ മതിയല്ലേ. അപ്പൊ ഭാര്യയും സമ്മതിച്ച്. അങ്ങനെ ആഷിക്ക് പോയി അബ്ദുവിന്റെ അടുത്ത് കാര്യം പറഞ്ഞ്, അളിയ, നീ ഇങ്ങനെ നടക്കാതെ എൻ്റെ കടയിൽ വന്നിരി. മാസം ഉള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 2 പേർക്കും കൂടെ എടുക്കാം. ഇത് കേട്ടത് നമ്മുടെ ദേഹാനങ്ങാത്ത അബ്ദുവിന് അങ്ങനെ പിടിച്ചില്ല. അവൻ പറഞ്ഞ്, നീ എന്തരടേ പറയണത്? ഞാൻ നിന്റെ വേലക്കാരനായിട്ട് വന്ന് നിന്റെ കടയിൽ നിൽക്കാനാ? എൻ്റെ ഭാര്യ കേട്ട ഉണ്ടല്ലേ ഇവിടെ കൊലപാതകം നടക്കും. അതുകൊണ്ട് നീ നിന്റെ ജോലിക്ക് പോ. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ ഇവൻ പോയി വീട്ടിൽ പോയി അവന്റെ ഭാര്യ എടുത്ത് കാര്യം പറഞ്ഞു. നല്ല ആളെടുത്താണ് പോയി കാര്യം പറഞ്ഞത്. അപ്പൊ ഭാര്യ പറഞ്ഞ്, അവനങ്ങനെ വിട്ടാ പറ്റൂല. നമുക്കും ഒരു ഷവർമ്മയുടെ ബിസിനസ് തുടങ്ങണം. അത് അവന്റെ കടയുടെ അടുത്ത് തന്നെ തുടങ്ങണം. അങ്ങനെ വിട്ടാ പറ്റൂലല്ല. നിങ്ങൾ അവന്റെ ജോലിക്കാരനായിട്ടാ കണ്ടുവച്ചിരിക്കുന്നത്. കാണിച്ചു കൊടുക്കുക അവന്. അപ്പൊ അവൻ ചോദിച്ച്, നമുക്ക് ബിസിനസ്സൊക്കെ തുടങ്ങാൻ, ശരിയല്ലേ? അതിനുള്ള പണം എവിടെ ഇരിക്കണത്? അപ്പൊ അവള് പറഞ്ഞ്, നമുക്ക് വീടും പറമ്പും കൊണ്ട് പണയം വയ്ക്കാം. ബാക്കിയുള്ള പൈസയ്ക്ക് ആ ബ്ലേഡ് മണി എൻ്റെ ഒന്നും കൂടെ വാങ്ങാം. അങ്ങനെ രണ്ടുപേരും കൂടെ ആലോചിച്ച് വീടെല്ലാം കൊണ്ട് പണയം വെച്ച് ബ്ലേഡ് മണി എൻ്റെ കുറെ പണവും എടുത്ത് ആഷിക്കിന്റെ കടയുടെ അടുത്ത് തന്നെ ഒരു കടയും തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഈ കടയിൽ കയറണില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 എണ്ണത്തിന്റെ ഗുണം അങ്ങനത്തെയാണ്. പക്ഷെ മറ്റവനാണെങ്കിൽ നല്ല സ്വഭാവമാണ്. അവൻ ആളുകളുടെ അടുത്ത് പെരുമാറണത് അങ്ങനെയാണ്. അതുകൊണ്ട് ഉള്ള ആളത്രയും അവിടെ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയായപ്പോൾ അബ്ദുവിന്റെ പൊണ്ണുമ്പോൾ അവന്റെ അടുത്ത് പറഞ്ഞ്, അവന്റെ കടയിലെ ബിസിനസ് നിങ്ങൾ കണ്ടല്ലേ? അപ്പൊ 2 കട അടുത്തടുത്തുള്ളപ്പോഴും ബിസിനസ് നടക്കണമെങ്കിൽ എന്തൊരു ചെയ്യണം? ഒരു കടയിൽ വില കുറച്ചു കൊടുക്കണം. അത് ചെയ്താലേ നമുക്ക് ബിസിനസ് കിട്ടുള്ളൂ. അപ്പൊ അബ്ദു പറഞ്ഞ്, 70 രൂപയ്ക്ക് കൊടുത്തിട്ടേ ഇവിടെ മുതലാവണില്ല. അപ്പോഴാണ് അവള് വില കുറച്ചു കൊടുക്കാൻ പറയണത്. അതിനുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ട്, ഇങ്ങോട്ട് വരി. അയ്യോ, മുത്തം തരാനൊന്നും അല്ല വിളിച്ചത്, ആ കാതും കൊണ്ട് ഇങ്ങോട്ട് വരി. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കോഴിക്കട ഈ ജംഗ്ഷനിലുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ലോഡ് കണക്കിന് കോഴിയാണ് അവളുടെ അടുത്ത് വന്ന് ഇറങ്ങണത്. ഈ ലോഡ് കണക്കിന് വരുന്നതിൻ്റെ ഇടയിൽ 40-50 എണ്ണം എങ്ങനെയും ഞെരുങ്ങി ചത്തുപോകും. ആ ചത്ത കോഴി നമുക്ക് 20 രൂപയ്ക്ക് വെച്ച് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഷവർമ്മ 50 രൂപയ്ക്ക് വിൽക്കാം. അപ്പൊ അപ്പുറത്തുനിന്ന് 20 രൂപ കുറച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആളെല്ലാം കൂടും. എവിടെ പൈസ കുറവ് കിട്ടുമോ അവിടെ ജനം ഓടിക്കയറും. അത് നിങ്ങൾക്കറിയാല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഐഡിയയിൽ ബിസിനസ് അങ്ങ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഈ കടയിലോട്ട് കയറാൻ തുടങ്ങി. വില കുറച്ച് കിട്ടുമ്പോൾ ആളുകൾ അവിടെയല്ലേ പോകൂ. അപ്പോഴും ആഷിക്കിന്റെ കടയിൽ ആള് കുറഞ്ഞ്. അങ്ങനെ ബിസിനസ്സും കൂടി പണവും കൂടിയപ്പോൾ 2 എണ്ണത്തിന് അഹങ്കാരവും കൂടി. ഈ പൊണ്ണും പിള്ളയാണെങ്കിൽ ജോലിക്കാരടുത്ത് എല്ലാം കൊച്ചമ്മയെ പോലെയാണ് പെരുമാറണത്. എല്ലാത്തിനും ഇട്ട് ചാടിക്കും. ഒരു ദിവസം അതിലുള്ള ഒരു ജോലിക്കാരി എന്തോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചമ്മ അവളെ ചപ്പാക്കുറ്റി നോക്കി ഒരു അടിയെടുത്തു. അവളാണെങ്കിൽ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളെ കൂട്ടുകാരിയെ അടുത്ത് കരഞ്ഞ് കാര്യം പറഞ്ഞു. അപ്പൊ ഇവള് ഈ കാര്യം പോയി പറഞ്ഞ കൂട്ടുകാരിയുടെ അച്ഛൻ എന്ന് പറഞ്ഞത് ഫുഡ് ഇൻസ്പെക്ടറാണ്. അങ്ങേരടുത്ത് ഇവള് കംപ്ലീറ്റ് കാര്യവും പറഞ്ഞ്. ഇവിടെ നടക്കുന്ന ഉടായ്പകളും കാര്യങ്ങളും കംപ്ലീറ്റ് അങ്ങേരെ അറിഞ്ഞു. അങ്ങേരാണെങ്കിൽ ഒരു ദിവസം ആളുകളെയും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് പരിശോധന നടത്തി. നോക്കിയപ്പോൾ ഇവിടെ ഉള്ള ചത്ത കോഴിയെല്ലായിട്ട് അടിച്ച് ഷവർമ്മ വിൽക്കണം. അങ്ങേരെന്ത് ചെയ്തു? ഈ 2 എണ്ണത്തിനെതിരെയും കേസും കൊടുത്തിട്ട് കടയെ അങ്ങ് സീൽ ചെയ്ത്. പോലീസാണെങ്കിൽ ഈ 2 എണ്ണത്തിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി കോടതിയിൽ ഹാജരാക്കി. അവിടെ നിന്ന് നേരെ ജയിലിലോട്ട് വിട്ട് നല്ലൊരു എമൗണ്ട് പിഴയും അടിച്ച് കയ്യിൽ കൊടുത്ത്. അങ്ങനെ ഈ കട സീലാക്കിയതിന് ശേഷം നമ്മുടെ ആഷിക്കിന്റെ കടയിൽ പഴയതുപോലെ ആളുകൾ വരാൻ തുടങ്ങി. അവിടെ നല്ല ബിസിനസ് പൊടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ ഒരു ഗുണപാഠം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്യാഗ്രഹം കാണിച്ചാൽ നമ്മൾ ആപത്തിൽ കൊണ്ട് ചാടിക്കും. രണ്ടാമതായിട്ട്, പെൺബുദ്ധി എന്ന് പറയുന്നത് പിൻബുദ്ധിയാണ്. നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പൊമ്പിള്ളമാരുണ്ട്, അതൊക്കെ കേൾക്കണം. ഇങ്ങനെയുള്ള ബുദ്ധി പറയുന്ന ആളുകളെയൊക്കെ നിലക്കി നിർത്തിയെങ്കിൽ നിങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിക്കും. അപ്പൊ ഈ തങ്കപ്പൻ പോയിട്ട് വരട്ടാ.